നമുക്കെല്ലാവർക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും വലിയ വേദനയും നിരാശയും അനുഭവപ്പെട്ടിട്ടുണ്ട് അല്ലേ? പക്ഷേ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ, ഈ വേദന എവിടെ നിന്നാണ് വരുന്നത്? അത് മനസ്സിൽ മാത്രമാണോ? അല്ലെങ്കിൽ അത് ശരീരത്തിലും ഉണ്ടാവുമോ? ഇന്നത്തെ വീഡിയോയിൽ എക്കാർട്ട് ടോളയുടെ ദ പവർ ഓഫ് നൗ എന്ന പുസ്തകത്തിൻ്റെ 2-ാം അധ്യായം ചിന്തകളുടെ വേദനയിലൂടെയുള്ള മോചനം നമുക്ക് പരിശോധിക്കാം. ഈ ചിന്തകൾ മനസ്സിലാകുമ്പോൾ നിങ്ങളുടെ ജീവിതം മുഴുവനും മാറ്റിമറിക്കും. പ്രധാനമായും 4 പോയിന്റുകളാണ് ഇന്ന് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത്. ഈ പോയിന്റുകൾ മനസ്സിലാക്കിയെടുത്ത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കാൻ ശ്രമിച്ചാൽ മാറ്റങ്ങൾ വരുമെന്നത് യാഥാർത്ഥ്യമാണ്. വെൽക്കം ടു സമ്മറി. ഒന്ന്, വേദന എവിടെ നിന്ന് വരുന്നു? നമ്മുടെ മനസ്സാണ് വേദനയുടെ മുഖ്യ ഉറവിടം. വേദനയുണ്ടാകാൻ 2 പ്രധാന കാരണങ്ങളുണ്ട്. ഭൂതകാലത്തിലെ അനുഭവങ്ങൾ. അപ്പോഴത്തെ വേദന മനസ്സിൽ കുത്തി നിൽക്കും. ഭാവിയെക്കുറിച്ചുള്ള ഭയം. എന്തായിരിക്കും എന്നത് ചിന്തിച്ച് ജീവിതം ആസ്വദിക്കാതിരിക്കുക. വീട്ടിൽ ഒരുപാട് പഴയ സാധനങ്ങൾ അടുക്കി വയ്ക്കുന്നത് പോലെ നമ്മൾ മനസ്സിലും വേദനയുടെ ഓർമ്മകൾ അടിച്ചു കൂട്ടുന്നു. അതാണ് ബോഡി പെയിൻ, അല്ലെങ്കിൽ വേദനാ ശരീരം എന്ന് എക്കാർട്ട് ടോളെ വിളിക്കുന്നത്. 2, വേദനാ ശരീരം ഒരു അനന്തമായ ചക്രവ്യൂഹം. എക്കാർട്ട് ടോളെ പറയുന്നു, നാം ഭാവിയിൽ കാര്യങ്ങൾ സംഭവിക്കുമോ എന്ന ഭയത്തിലും പഴയതിൻ്റെ ഓർമ്മകളിലും കുടുങ്ങിയിരിക്കും. ഈ ചിന്തകൾ നമ്മുടെ ശരീരത്തിലും പ്രതികരിക്കും. അത് വിഷാദമായി, കോപമായി, അലക്ഷ്യമായി, അല്ലെങ്കിൽ ഭീതിയായി മാറും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മുടെ മനസ്സ് അലക്ഷ്യമായ ചിന്തകൾക്കും അവയുടെ അമിത ബുദ്ധിമുട്ടിനും അടിമയാകുന്നത്. 3, ഈ വേദനയിൽ നിന്നും എങ്ങനെ മോചനം നേടാം? ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യത്തിലേക്ക് വരാം. ഈ വേദനയെ എങ്ങനെ മാറ്റാം? 1, വേദനയെ തിരിച്ചറിയുക. നിങ്ങൾക്ക് വേദന തോന്നുമ്പോൾ അത് മനസ്സിലാക്കുക. ഇതെന്റെ വേദനയാണ്, ഇതെന്റെ ചിന്തകളിൽ നിന്ന് വരുന്നു എന്ന് തിരിച്ചറിയുക. 2, ഇപ്പോഴത്തെ നിമിഷത്തിൽ ജീവിക്കുക. ഭൂതവും ഭാവിയും വെറും ചിന്തകളാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കയ്യിലുള്ളത് ഇപ്പോൾ മാത്രം. ചിന്തകളിൽ നിന്നും അകലം സൃഷ്ടിക്കുക. നിങ്ങളുടെ ചിന്തകളെ ഒരാളെ പോലെ നോക്കുക. അവയെ പരിശോധിക്കുക. അവയുമായി ബന്ധമില്ലാതെ നിൽക്കുക. 4, ആത്മരക്ഷ, സെൽഫ് അവെയർനെസ് ഉപയോഗിക്കുക. തീർച്ചയായും ചിന്തകളെ നിർഭാഗ്യകരമാക്കുന്ന നിങ്ങളുടെ സ്വഭാവം മാറ്റാനുള്ള ഒരു വലിയ അവസരമാണിത്. അവസാനത്തെ പോയിന്റ്, ഇപ്പോൾ ജീവിക്കുമ്പോൾ ലഭിക്കുന്ന സ്വാതന്ത്ര്യം. എക്കാർട്ട് ടോളയുടെ പ്രധാന സന്ദേശമാണിത്. വേദന മനസ്സിൻ്റെ കെട്ടുപാടുകളാൽ ഉണ്ടാകുന്നു. അത് മനസ്സിലാക്കാൻ പഠിക്കുമ്പോൾ അതിൽ നിന്നും മോചനം ലഭിക്കുന്നു. ഇപ്പോൾ ജീവിക്കുക, ശാന്തിയും സന്തോഷവും ലഭിക്കും. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഈ മാർഗങ്ങൾ പരീക്ഷിച്ചിട്ടുണ്ടോ? ഇനി ഒരിക്കലും നിങ്ങളുടെ വേദനയെ നിയന്ത്രിക്കാൻ അനുവദിക്കേണ്ടതില്ല. ഈ ബോഡി പെയിൻ എന്ന ചക്രവ്യൂഹത്തിൽ നിന്നും നിങ്ങളെ മോചിപ്പിക്കാൻ ദ പവർ ഓഫ് നൗ എന്ന പുസ്തകം ഏറെ സഹായിക്കും. ഇനി വരുന്ന അതിപ്രധാനമായ ചാപ്റ്ററുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ ജീവിക്കൂ, മനസ്സിൻ്റെ അടിമയാകാതിരിക്കൂ.